ഇതേതാനു മരം? ഇത് നാട്ടി. നാട്ടി നല്ല നാട്ടിയാണ്. വലിപ്പുണ്ടല്ലോ നന്നായിട്ട്. നല്ല വലിപ്പമുണ്ട്. അച്ചാറിന് പോകും. പഴുക്കാൻ വെക്കണം. എന്നാൽ ഇത് വലുതായ ഈ ആപ്പോസ് ചെന്തൂരം അങ്ങനെപ്പോഴേക്ക് മാർക്കറ്റിൽ വരുന്ന കാര്യം കൊണ്ട് ഇങ്ങനെയുള്ള മാങ്ങയ്ക്ക് വില കിട്ടില്ല. പക്ഷെ അത് നല്ല മാങ്ങയാണ്, ടേസ്റ്റുള്ള മാങ്ങയാണ്. ആൾക്കാർക്ക് അറിയില്ല അല്ലേ? നാട്ടിന്ന് പറഞ്ഞാൽ നാട്ടു ഇനത്തിൽ പെട്ടത് പെട്ടതാണ്. പിന്നെ എന്താണ് നമ്മ ഈ വെറൈറ്റി ഉള്ള നല്ല നല്ല മാങ്ങകൾ ഉള്ളത് കാരണം കൊണ്ട് ഈ മാങ്ങയ്ക്ക് ആ സമയങ്ങളിൽ വില പോവില്ല. ഇന്ന ചില ഭാഗങ്ങളിൽ ഈ നാട്ടി പറഞ്ഞ ചിലർ ചോദിച്ചു പൊറിക്കാറുണ്ട്. ഈ നാട്ടി പറയുന്നത് ഓരോ മാങ്ങയ്ക്ക് ഓരോ ടേസ്റ്റാണ്. അല്ല എനിക്കറിയാം, ഞാൻ കുറെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ബ്രാൻഡിനേക്കാൾ ഇഷ്ടം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. തനി രുചികളുണ്ടാവും. ഇനി ഇത് വലിപ്പം വെക്കും. അതെ അതെ. അത്ര മൂപ്പായിട്ടില്ല, പ്രായമായിട്ടില്ല, പച്ചക്കുള്ള പ്രായമായിട്ടുള്ളൂ. അപ്പൊ ഇത് പറിക്കാറാകുമ്പോ നമുക്കൊക്കെ ഓരോ ട്രേ, ഒരു 30 കിലോ ആയിട്ടുള്ള ട്രേകള് എനിക്ക് വേണ്ടി വരും, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പൊ അത് നീ മാറ്റി വെക്കണം കേട്ടാ, എല്ലാം കയറ്റി വിടരുത്, പ്രത്യേകിച്ച് നാട്ടികളിൽ പെട്ടത്. ഇതിപ്പോ മൂത്താലും നല്ല ടൈമാണ് ഇപ്പൊ. ഇത് നട കിട്ടും. ഇതേതാ ഇപ്പുറത്തുള്ളത്? കിളിമൂക്ക് അല്ലേ? നല്ല മരമാണല്ലോ, ആവണുള്ളൂ അല്ലേ? ഒരു കിലോനിക്ക് ഒരു 4 നിൽക്കണം. നമുക്കിത് പച്ചക്ക് പറിക്കാൻ പറ്റും. ഇതാ പറഞ്ഞ പിന്നെ ഇത് നമുക്ക് നിർത്തണം. ഇതൊക്കെയാണ് കായ്കൾ, ആയിട്ടില്ല, ആവണേ ഉള്ളൂ. ഇവിടെ നല്ല നനവുള്ള സ്ഥലമാണ് അല്ലേ? വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അല്ലേ? തള്ളുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, റിസോർട്ടിലൊക്കെ പോയിട്ട് നമ്മൾ താമസിക്കൂലേ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടില്ലേ, അതേമാതിരി സ്ഥലങ്ങളാണ് ഇതൊക്കെ. കൊല്ലങ്കോടിൻ്റെ ഉൾഗ്രാമങ്ങളാണ് ഇതൊക്കെ. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇനിയും ഒരുപാട് കാണാനുണ്ട്. ശരിക്കുള്ളൊരു ഗ്രാമം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരണം. വീടുകളായാലും തോട്ടങ്ങളായാലും മലകളായാലും വെള്ളമായാലും കുളങ്ങളാണെന്ന് വെച്ചാൽ ഒരുപാടാണ്. ഇതുണ്ട്, ഇതിലൊക്കെ വെള്ളം വന്ന് ഇവിടെ ഈ ചുള്ളിയാർ ഡാമിൽ നിന്നൊക്കെ വെള്ളം ഇഷ്ടപ്രകാരം കൃഷിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ കുളങ്ങൾ, അതൊരു 1 കിലോമീറ്ററിൽ ഒരു 4 കുളം വെച്ച് ഇവിടെ കാണാറുണ്ട്. അതും വലിയ കുളങ്ങൾ. പിന്നെ ഇവിടെ ഇത് പനന്നുങ്ക് കാണുന്നതെന്ന് അറിയില്ല, ഞങ്ങളിത് വലിക്കും. ഇന്ന് ഇതിൽ നിന്നല്ല, ഇത് മൂത്തു കാണണ്ട, ഇത് മൂത്ത് പോയി. ഞങ്ങളിന്ന് പറ്റിയത് തോട്ടിട്ട് വേറെ ഭാഗത്ത് ഇതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, അത് പറിക്കണം. ഇവിടെ അങ്ങനെ ഇതുപോലെ തന്നെ ഇവിടെ കള്ള് ചെത്തണ പരിപാടിയൊക്കെ ഉണ്ട്. ആ മരത്തിൽ കള്ള് ചെത്തണതാ, മരം കാണിച്ചു തരാം. വേണ്ട, ഇതിൽ മറ്റേ സ്റ്റെപ്പ് കെട്ടിയാണുണ്ടോ, ഇത് കയറിയിട്ട് കള്ള് ചെത്താൻ. രാവിലെ നേരത്തെയും ഉച്ചരിഞ്ഞൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അവർ വരും ചെത്താനായിട്ടേ. നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? നല്ല ഗ്രീൻ ആയിട്ട്. ആണ് നമ്മുടെ തോട്ടം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നില്ല, അത് ഈ മരങ്ങളാണ്. ഇനി ഇതിനുള്ളിൽ കൂടെ വന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഇങ്ങനെ മരങ്ങളാണ്, 100 കണക്കിന് മരങ്ങളാണ് ഈ തോട്ടമൊക്കെ. കുറച്ച് ഇത് താഴെ വീണ് കിടക്കണ്ടായിരുന്നു മാങ്ങ, നല്ല വലിപ്പമുണ്ട്. താഴെ വീണതാ. ഇത് ബംഗനപ്പള്ളി അല്ലേ? ഇത് ബംഗനപ്പള്ളി അല്ലേ? എല്ലാം മിക്സാണ് അല്ലേ? അതാണ്, ഒരു കൊല്ലം പ്രൊഡക്ഷൻ ഏതെങ്കിലും ഇല്ലെങ്കിലും അടുത്തതിന് പ്രൊഡക്ഷൻ കിട്ടും ഇങ്ങനെയുള്ള മിക്സ് ചെയ്ത് വെക്കുമ്പോൾ. ഞാൻ ചിലപ്പോൾ ഒരു വർഷം. ഇതേതാ? ചെന്തൂരാണ്. വളം കുറവായത് കാരണം കായ് ഭയങ്കര കല്ലേനായത്. വളം കുറവായത് കാരണം കൊണ്ട് ഈ വർഷം പോകും.
അടുത്ത വർഷത്തേക്ക് വളം കൂടുതൽ വളം ഇടണം. കായ് വന്നാരെ പറിക്കാനായില്ലേ? അതെ അതെ, ഈ ആഴ്ചയിലൊക്കെ ആയിട്ട് പറിക്കില്ല അതൊക്കെ, കുറച്ച് ഒരു പറിക്കാനുള്ളതുണ്ട് അല്ലേ? ഒന്നാരെ പറിക്കും. ആ ആ, ഇത് ചെന്തൂരം ആയിട്ടില്ല, ഇത് നല്ല കളർ വയ്ക്കുന്നതാണ്. പിന്നെ ഈ കായ്കളൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ഇല്ലാണ്ട് ഈ ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് എന്തോ ഫംഗസ് വന്നിട്ടുള്ളതാണ്. അതൊരു പൂച്ചയാണ്, ഒരു ഫംഗസാണ് അത്. മരുന്നടിച്ച് കളയണല്ലേ? ഇങ്ങനെ കുറെ നഷ്ടം ഉണ്ടാക്കും അത്. മരുന്നടിയാകുമ്പോൾ തന്നെ അതിലടിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ നോക്കണം, നോക്കിയാലേ ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം തോട്ടങ്ങളിനുള്ളിൽ വരുമ്പോൾ ഒരു അവിടെ ഒരു കുളിർമയുണ്ട്. തോട്ടത്തിലുള്ള ഒരു കാര്യങ്ങൾ. മാങ്ങകൾ നന്നായി കാറ്റടിക്കുമ്പോഴേ വന്നാലും വീഴും. ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഈ കുറവാണ് മാങ്ങ. ഇത് മങ്ങനാപ്പള്ളി അല്ലേ? നമുക്കിത് ഫ്രഷ് മാങ്ങകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുവിൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഞാനിതിൽ നമ്പർ കൊടുക്കാം ഇതിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ നല്ല മാങ്ങ കിട്ടണമെന്നുണ്ടെങ്കിലേ ഫ്രഷ് ഈ തോട്ടത്തിൽ നിന്ന് നേരിട്ട് നമുക്ക് കിട്ടും. അത് നല്ല മൂക്കണ സമയം അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഇടാം. ആ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ ഏത് മാങ്ങ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവനോട് വിളിച്ച് ചോദിക്കുക ആ നമ്പറിൽ. അപ്പോൾ ഏത് സമയത്താണ് ഇവർ പറിക്കണതെന്ന് വെച്ചാൽ നമുക്ക് മാങ്ങ കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ഇവരെ ഇന്ന് വാങ്ങാറുള്ളതാണ്. വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ മാമൻ്റെ മക്കളാണ് ഇവരൊക്കെ. അപ്പോൾ എപ്പോഴും ഈ കാര്യത്തിൽ എനിക്കും ഇൻട്രസ്റ്റ് ഉള്ള കാരണം നമ്മളെപ്പോഴും ഈ ഭാഗങ്ങളിലുണ്ടാവും. ആ ശരി. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനത്തെ നമുക്ക് മാങ്ങയും മാമ്പഴവും ഒക്കെ കിട്ടണത്. പിന്നെ തനി രുചിയാണേ ഇതിനൊക്കെ.